ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒരു വെള്ളത്തിൽ കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം ഒരു പാത്രത്തിൽ 4-5 കപ്പ് വെള്ളം നന്നായി ചൂടാക്കാൻ വെക്കുക. നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. ഒരിക്കലും കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരുന്നതാണ്. അതുപോലെ നമ്മൾ 80% മാത്രം വെന്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ വേവ് നമ്മൾ നോക്കിയിട്ട് ഒരു 80% വെന്തതിന് ശേഷം ഇങ്ങനെയൊരു സ്ട്രെയിനറിൽ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റേണ്ടതാണ്. എന്നിട്ട് ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. 4-5 മുട്ട എടുത്തിട്ട് നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ വെക്കുക. കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു മുട്ട നല്ലപോലെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെക്കുക. നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം അടി കട്ടിയുള്ളതും പരന്നതുമായ ഒരു പാത്രം നമ്മൾ യൂസ് ചെയ്യുക. അതിലേക്ക് 2 or 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗാർലിക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ക്യാരറ്റ് 1/4 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കോളിഫ്ലവർ ആഡ് ചെയ്യാം, മഷ്റൂം ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടമുള്ളവർ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്യുക. കാരണം നേരത്തെ അരി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ബ്ലാക്ക് പെപ്പർ നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം പെപ്പർ ആഡ് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് പെപ്പറും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്ക് ഇവിടെ വെജിറ്റബിൾസ് കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വെജിറ്റബിൾസ് എല്ലാം ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിഷാണിത്. കാരണം ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ആവുന്നത് കൊണ്ട് തന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതെന്തായാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതലാവരുത്. സോയാ സോസ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒക്കെ ഒരു 80% കുക്ക് ആയതിനു ശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഈ ഒരു റൈസ് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്രൈഡ് റൈസിൽ മിക്സിങ്ങിലാണ് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഈ ഒരു അരിയൊക്കെ ഉടയാതെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ആ ഒരു മസാലയെല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്നവരെ നമ്മൾ ഒരു മിക്സിങ് തുടരേണ്ടതാണ്. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് നോക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊരു പെപ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചും കൂടെ ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ലാസ്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീ ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ്ഡ് ആവും. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഫ്രൈഡ് റൈസ്. എൻ്റെ മോന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഈ ഒരു ഐറ്റം വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. വെജിറ്റബിൾസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. ഈ ഒരു ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.